ഹായ് ഡിയേഴ്സ്, മഞ്ഞുതുള്ളികൾ നോവൽ തുടരുന്നു. എന്നെ മറന്നോ കള്ള? ഞാൻ റഹിയാനത്താണ്. മറുതലക്കലെ ശബ്ദം കേട്ട് ഫൈസൽ മൂലിയാർ ഞെട്ടി. നമ്പർ ഡിലീറ്റ് ചെയ്തതല്ലേയുള്ളൂ, ബ്ലോക്ക് ചെയ്തില്ലല്ലോ. അതാ അവളുടെ കോൾ വീണ്ടും വന്നത്. റഹിയാനത്തെ, ഞാൻ അല്പം തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഫൈസൽ മൂലിയാർ കോള് കട്ടാക്കി. പിന്നെ മദ്രസയിൽ നിന്നിറങ്ങി. രണ്ട് സൈഡിലും ചെമ്പരത്തിപ്പൂക്കൾ വർണ്ണം വിതറിയ ഇടവഴിയിലൂടെ ഫൈസൽ മൂലിയാർ നടന്നു. എങ്ങനെയെങ്കിലും റഹിയാനത്തിൽ നിന്ന് ഊരണം. അതിനെന്താണൊരു വഴി? ഇടവഴിയിലൂടെ ഇളം കാറ്റ് തഴുകി വന്ന പൊൻവെയിൽ അയാളെ മുത്തം വെച്ചുകൊണ്ടിരുന്നു. ഒരു കാലത്ത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പേരാണ് റഹിയാനത്ത്. ഇപ്പോൾ ഏറെ ഭയപ്പെടുന്നതും അതേ പേര് തന്നെ. ചിന്തിച്ച് ഫൈസൽ മൂലിയാർ വീട്ടിലെത്തി. ഭാര്യ സപ്ല പൂമുഖത്ത് അയാളെയും നോക്കി നിൽപ്പുണ്ടായിരുന്നു. അയാൾ സലാം പറഞ്ഞ് അകത്തേക്ക് കയറി. സപ്ല സലാം മടക്കി. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, സപ്ല പറഞ്ഞു. പഠിച്ചോനെ, എന്താണാവോ പ്രിയപത്നിക്ക് തന്നോട് പറയാനുള്ളത്? തുടരും. പ്ലീസ് ഷെയർ, please like, please comment. Okay.